നമുക്കിന്നൊരു പടവലങ്ങയും ഉണക്കക്കൊഞ്ചും കൂടെ ഒരു തോരൻ വെക്കുന്നതാണ്. അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. പടവലങ്ങ അരിഞ്ഞു വെച്ചേക്കുന്ന ഉണക്കക്കൊഞ്ച് തലയും പാലും കളഞ്ഞ് നല്ലതായിട്ട് കഴുകിയതാണ്. പിന്നെ ചെറുള്ളി, പച്ചമുളക് 4 എണ്ണം, ചുവന്നുള്ളി, വെളുത്തുള്ളി നമുക്ക് തേങ്ങ ചതയ്ക്കുമ്പോൾ അതിനകത്ത് ചതയ്ക്കാനാണ്, കരിയാപ്പില കടുക് പൊട്ടിക്കുമ്പോൾ, പിന്നെ സവോള, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, ചെറിയ ജീരകവും കടുകും, വെള്ളം. നമുക്കെന്നാൽ തുടങ്ങാം. ആദ്യം നമുക്ക് കൊഞ്ചൊന്ന് വറുത്തെടുക്കാമേ. ഗ്യാസ് ഓണാക്കാം. പാത്രം വെച്ച് ചൂടാകട്ടെ. കൊഞ്ച് വറുത്തെടുക്കാമേ. കഴുകി വെച്ചേക്കും കൊഞ്ചായിരുന്നു. ഇത് ചെറുതായിട്ടൊരു മൂക്കാറാകുമ്പോൾ പടവലങ്ങ ഇട്ട് കൊടുക്കാമേ. പടവലങ്ങ ഇട്ട് കൊടുക്കാം. സ്വല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുക്കാം. സവോള അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാൻ പറ്റും. നമുക്കിത് വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇന്ന് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയെ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി. നമുക്കത് ചതച്ചുകൊണ്ട് വരാമേ. നമ്മൾ പടവലങ്ങയ്ക്ക് അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാമേ. തോരൻ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടതുകൊണ്ട് ഒത്തിരി ഉപ്പിടുന്നില്ലേ. നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓണാക്കാം. അത് വേകട്ടെ. പടവലങ്ങ ഉണക്കക്കൊഞ്ചും കൊണ്ട് തോരൻ വെന്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വാങ്ങി പകർത്താം. എന്നിട്ട് നമുക്കിത് കടുക് പൊട്ടിക്കാം. നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കരിയാപ്പില കഴുകി വെച്ചേക്കുമായിരുന്നേ. കരിയാപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ വെച്ച ഉണക്കക്കൊഞ്ചും പടവലങ്ങ നമുക്കത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കക്കൊഞ്ചും പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വെച്ച് നോക്കി കഴിച്ചു നോക്കണം.